നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എണ്ണയിതര മേഖലകളിലേക്കുള്ള വളർച്ചയാണ്. ഇതിൽ മുന്നിൽ നിൽക്കുന്നത് UAE-യും സൗദി അറേബ്യയുമാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ സൗദി അറേബ്യയിൽ നിന്നും തികച്ചും ഒരു അസാധാരണമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 2017 സൗദി അറേബ്യയിൽ നിന്ന് ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്ത വന്നിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. ലോക കോടീശ്വരന്മാരിൽ ഒരാളായ അൽ വലീദ് ബിൻ തലാൽ ഉൾപ്പെടെയുള്ള സൗദി രാജകുമാരന്മാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു എന്നതായിരുന്നു ആ വാർത്ത. പിന്നീട് റിയാദിലെ റെസ്റ്റ് കാട്ടൺ ആഡംബര ഹോട്ടൽ ജയിലായി മാറുകയായിരുന്നു. രാജകുമാരന്മാരെല്ലാം തന്നെ മാസങ്ങളോളം ഇവിടെ കഴിയുകയും ചെയ്തു. ഇവർ അഴിമതിയിലൂടെ സമ്പാദിച്ച പണം ഭരണകൂടം തിരിച്ചുപിടിച്ച ശേഷമാണ് അന്ന് എല്ലാവരെയും വിട്ടയച്ചത് പോലും. എന്നാലോ ഇപ്പോൾ വരുന്ന വാർത്ത മറ്റൊന്നാണ്. സൗദി രാജകുടുംബത്തിലുള്ളവർ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള തങ്ങളുടെ ആസ്തികൾ അതിവേഗം വിറ്റഴിക്കുന്നുവെന്നാണ് ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പുതിയ നീക്കത്തിൽ ഭയന്നാണിത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ ഇങ്ങനെയാകുന്നു. അമേരിക്കയിലും യൂറോപ്പിലും ഒട്ടേറെ ആസ്തികളുള്ളവരാണ് ഈ സൗദി രാജകുമാരന്മാർ. ആഡംബര വസ്തുക്കളും ആഡംബര നൗകകളും ചിത്രരചനകളും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ വൻകിട കമ്പനികളിലും ഇവർക്ക് ഓഹരികൾ ഏറെയെന്നാണ് റിപ്പോർട്ട്. വിദേശത്തെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും സൗദി രാജകുമാരന്മാർ സജീവമാണ്. അടുത്തിടെയായി ഇവർ ഇതെല്ലാം വിറ്റഴിക്കുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആഡംബര വസ്തുക്കളെല്ലാം വിറ്റഴിച്ച് കിട്ടുന്ന പണം കൊണ്ട് പുതിയ വരുമാന മാർഗം കാണുകയാണ് സൗദി രാജകുമാരന്മാർ. എന്നാലോ ഈ സൗദി രാജകുമാരന്മാർക്ക് ഭരണകൂടത്തിന്റെ ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇവർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഈ ആനുകൂല്യങ്ങളാണ് ഭരണകൂടം ഉടൻ അവസാനിപ്പിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. രാജകുമാരന്മാർക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ ഏറെക്കാലം തുടരില്ല എന്നതാണ് ലഭ്യമാക്കുന്ന വിവരം. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇതിൽ പുതിയ നിയന്ത്രണം കൊണ്ടുവന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പുതിയ വരുമാന മാർഗം കാണാൻ രാജകുമാരന്മാർ ശ്രദ്ധിക്കുന്നത്. ആനുകൂല്യങ്ങൾ നിലയ്ക്കുകയും വരുമാനം ഇല്ലാതാകുകയും ചെയ്താൽ വലിയ പ്രതിസന്ധിയാണ് ഇവർക്ക് ഉണ്ടാകുക. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കൂട്ടവിറ്റഴിക്കൽ ഇപ്പോൾ നടന്നു വരുന്നത്. കൂടാതെ പ്രത്യക്ഷ ആസ്തി കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടെന്നും പറയപ്പെടുന്നു. $60 കോടി ആസ്തികൾ രാജകുമാരന്മാർ ഇതിനോടകം തന്നെ വിറ്റഴിച്ചെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിൽ പറയുന്നത്. പല രാജകുമാരന്മാരും ആഡംബര ജീവിതമാണ് ഇതിലൂടെ നയിച്ചു വരുന്നത്. ഇവർക്ക് വലിയ ജോലിക്കാരുടെ സംഘം തന്നെയുണ്ട്. മാസത്തിൽ $3 കോടി വരെ ഇക്കാര്യങ്ങൾക്കായി ഇവർ ചെലവഴിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ആസ്തികളും ഇതിനോടൊപ്പം തന്നെ വിറ്റഴിച്ചിട്ടുണ്ട്. കൂടാതെ ആഡംബര കപ്പലും മുഗൾ ഭരണകൂടം വിറ്റഴിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കടുത്ത ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. അങ്ങനെ വന്നാൽ തന്നെ ദൂർത്ത് നടത്തുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യും. ആഡംബര ജീവിതത്തെ സാരമായി ബാധിക്കും. പൊതുഖജനാവിൽ നിന്ന് രാജകുടുംബത്തിന് നൽകുന്ന പണത്തിന് പരിധിയും നിശ്ചയിക്കും. ഇങ്ങനെ വന്നാൽ രാജകുടുംബാംഗങ്ങൾ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ സംശയമില്ല. ഈ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ രാജകുമാരന്മാരെല്ലാം തന്നെ വിറ്റഴിക്കൽ നടത്തുന്നത്. ആസ്തി വിറ്റഴിക്കുന്നവരിൽ ബാന്ദർ ബിൻ സുൽത്താൻ രാജകുമാരനും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ഇദ്ദേഹം നേരത്തെ സൗദിയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു. അമേരിക്കയിൽ ഏറെക്കാലം സൗദിയുടെ അംബാസിഡർ ആയിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന് അമേരിക്കയിലും യൂറോപ്പിലും ആസ്തിയുള്ളതായാണ് കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവയും വിറ്റഴിച്ചവയിൽ ഉൾപ്പെടുമെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ ചൂണ്ടിക്കാണിക്കുന്നു. സൗദി അഴിമതി വിരുദ്ധ ഏജൻസിയുടെ മേധാവിയായി മുഹമ്മദ് ബിൻ സൽമാൻ ചുമതലയേറ്റ വേളയിലായിരുന്നു 2017 കൂട്ട അറസ്റ്റ്. രാജകുമാരന്മാർ അഴിമതിയിലൂടെ പണം സമ്പാദിച്ചുവെന്നും അവ തിരിച്ചുപിടിക്കാനാണ് അറസ്റ്റ് ചെയ്തതെന്നുമായിരുന്നു വാർത്ത. അന്ന് മാസങ്ങളോളം റിസ് കാൾട്ടൺ ഹോട്ടലിൽ തടവിലായിരുന്നു 100-ലധികം രാജകുമാരന്മാർ. സാമ്പത്തിക ഉടമ്പടി തയ്യാറാക്കിയ ശേഷമാണ് ഇവരെ എല്ലാവരെയും വിട്ടയച്ചത് പോലും. ഇനിയൊരു നീക്കം ഇതുപോലെ തന്നെ ആകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.